ഹലോ ഫ്രണ്ട്സ്, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഡേ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ എണീച്ച് വിളക്ക് കത്തിച്ച ശേഷം കിണ്ടിയൊക്കെ ഉമ്മർത്ത് കൊണ്ട് വെച്ചു. ഇന്ന് ഞാൻ രാവിലെ കുറച്ച് താമസിച്ചാണ് എണീച്ചതൊക്കെ. കാരണം ഇന്ന് വീട്ടിലെ അമ്മ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുക്കളയത്തെ ഒരുവിധം ജോലിയൊക്കെ അമ്മ കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് താമസിച്ചാണ് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത്. 8:30 ആകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ജോലിക്ക് കയറണം. അതുകൊണ്ട് തന്നെ അമ്മ ഇവിടുന്നാകുമ്പോൾ ഒരു 7:30 ആകുമ്പോഴത്തേക്കും അമ്മ പോകും. ആ ടൈം ആകുമ്പോഴത്തേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുവിധം പരിപാടിയൊക്കെ കഴിച്ച് വെച്ച് പോകുന്നതുകൊണ്ട് അമ്മ ഉള്ള ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ വേഗം തന്നെ കഞ്ഞിക്കൂർക്കൽ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്കൂർക്കലും തുളസിയും പറിക്കാൻ വേണ്ടിയിട്ട് തറവാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് കഞ്ഞിക്കൂർക്കലും തുളസിയൊക്കെ പറിച്ചിട്ട് ഞാൻ അടുക്കളയ്ക്ക് വന്നത്. പിന്നെ ഇതൊക്കെ പറിച്ച് അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാനെന്നും ദോശയും തക്കാളിയും കറിയാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ അമ്മ ഉണ്ടാകുമ്പോൾ ഒരു വെറൈറ്റിക്ക് അമ്മ ഇന്ന് നൈസ് പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കതൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇന്ന് നൈസ് പത്തിരിയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. നൈസ് പത്തിരിക്ക് ഇന്ന് കറിയായിട്ടുള്ളത് സാമ്പാറാണ്. സാമ്പാർ അമ്മ ഇവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പട്ടാണിക്കടലിൻ്റെ കറി ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ചോറിന് വെള്ളം അമ്മ അടുപ്പത്ത് വെച്ച് അത് തിളയ്ക്കാനായിട്ടുണ്ട് ഏകദേശം. അങ്ങനെ എല്ലാ പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ കുക്കറിൽ നമ്മൾ പട്ടാണിക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും മോൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. ഈ കഞ്ഞിക്കുറുക്കലിൻ്റെ വെള്ളം ഞാൻ വേഗം കൊണ്ട് കൊടുത്തു. പിന്നെ മോന് എണീച്ച് വന്നപ്പോൾ അവന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷും എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോഴത്തേക്കും ചോറിന് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മ പ്ലാസ്റ്റിക്കിലേക്ക് മുക്കുന്നുണ്ട്. ഞാനാകുമ്പോൾ ഞാൻ ഗ്യാസുമ്മ വെള്ളം വെക്കലാണ് കേട്ടോ പ്ലാസ്റ്റിക്. അമ്മ ആകുമ്പോൾ അമ്മ അടുപ്പത്തുനിന്ന് വെള്ളം ഒഴിക്കും. പിന്നെ ഞാൻ വേഗം തന്നെ അരി അടുപ്പത്തിട്ടു കേട്ടോ. പിന്നെ നമ്മളെ പട്ടാണിക്കറി അതിൻ്റെ ഇടയിൽ കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുട്ടിക്ക് പാലെടുത്ത് വന്നപ്പോഴത്തേക്കും അമ്മ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തിരുമ്പാളതൊക്കെ തിരുമ്പി തോരയിട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലായാലും എന്നും ഫുള്ളാവട്ടെ, കുറേ ഉണ്ടാവും നമുക്ക് എന്നും തിരുമ്പാൻ വേണ്ടിയിട്ട്. 2-3 ആളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് തിരുമ്പാൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ വേഗം ചായയും കുടിച്ചിട്ടോ. ഞാൻ ചായ കുടിച്ചപ്പോഴാണ് അമ്മ പോയത്. അമ്മ പോകുമ്പോഴത്തേക്ക് തിരുമ്പലും എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ അടുക്കള ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അതിനും കൂടിയുള്ള ടൈം അമ്മയ്ക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അടുക്കള ക്ലീൻ ആക്കിയിട്ടു. എന്നാൽ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടല്ലോ. കറിയായിട്ട് അമ്മ മോര് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഈ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് മെസ്സായി കിടക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് മോനെ എഴുതാനുള്ളതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് ആ ടൈമിൽ ഞാൻ എൻ്റെ ഫോൺ കുത്തി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മോനെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ ശേഷം ഉച്ചത്തേക്ക് തറവാട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോയത്. ഇവിടെ നേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, മീൻ കറി, മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് ഇതെല്ലാം കൂടി കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചു. കഴിഞ്ഞ ശേഷം ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് വന്നാണ്ട് മോനെ ഉറക്കിയതിന് ശേഷം പിന്നെ ഞാനും കുറച്ച് നേരം ഉറങ്ങി. പിന്നെ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഞാൻ TV ആണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവാറ്. അതാണ് പിന്നെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ വേഗം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഒരു 4:30-5 മണിയാകുമ്പോൾ തിരുമ്പിയത് ഫുള്ള് എടുത്ത് വെച്ചു. അത് മടക്കി വയ്ക്കുക, അങ്ങനത്തെ പരിപാടിയാണ് ഉണ്ടാവുക. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് രാവിലത്തെ ഈ ഒരു പണി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവാറില്ല. TV കണ്ടിരിക്കുക, മോനെ വെച്ചിരിക്കുക എന്നല്ലാതെ വലിയ മോൻ സ്കൂളിലേക്കും കൂടി പോയാൽ പിന്നെ ഈ ഒരു TV കാണുക, ഫുഡ് കഴിക്കുക, കുട്ടീനെ നോക്കുക, കുട്ടീൻ്റെ ഒപ്പം കളിക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അതാണ് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം വേഗം പിന്നെ ഒരു സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് 4 മണിയാവും. പിന്നെ 4 മണിക്ക് അവന് ചായയൊക്കെ കൊടുത്തതിന് ശേഷം അതിന് ശേഷമുള്ള കുറച്ച് പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ മുറ്റടിക്കാനുണ്ടാവും, അതേപോലെ തിരുമ്പിയതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കണം. തുടയ്ക്കലൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ കഴിയുട്ടിൻ്റെ തുടയ്ക്കലൊക്കെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ കഴിയും, ചില ദിവസം ഉച്ചയ്ക്കാവും കഴിയും. അത് ഞാൻ
മോനെ ഉറക്കിയിട്ട് അല്ലെങ്കിൽ മോനെ തറാട്ടിക്കാക്കിയിട്ടൊക്കെ ആ ജോലി അതിൻ്റെ ഇടയിൽ കൂടെ കഴിയും. തുടയ്ക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാറില്ല. മിക്ക ദിവസങ്ങളിൽ ഞാനതൊക്കെ വേഗം കഴിക്കലാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരു ചെറിയ ചെറിയ പരിപാടിയും കൂടി ഉണ്ടായാൽ നമ്മളെ അന്നത്തെ ദിവസം കഴിയും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് ഈ തിരുമ്പിയത് മടക്കി വയ്ക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇത് മടക്കി വയ്ക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയായിട്ടുള്ള കാര്യം. അകത്ത് കൊണ്ടുപോയിട്ടാൽ ഞാൻ പിന്നെ അത് മടക്കി വയ്ക്കാറുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കൊലായി തന്നെ ഇട്ടിട്ടാണ് ഒക്കെ മടക്കി വയ്ക്കുക. അപ്പോഴത്തേക്ക് പാല് വന്നു. പിന്നെ ഞങ്ങൾ മുറ്റത്ത് കുറച്ച് നേരം അങ്ങനെ വെറുതെ ഇരുന്നു. കുട്ടീനെ വെച്ച് മുറ്റത്തൊക്കെ ഇറങ്ങി. ഏട്ടൻ്റെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ വൈകുന്നേരത്തെ സമയം അങ്ങനെ പോകും. പിന്നെ വിളക്ക് വയ്ക്കൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പം വേഗം തന്നെ മേല് കഴുകിയിട്ട് വിളക്ക് വയ്ക്കാൻ നോക്കി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലീനിങ് ഡേയ്സ് ആണ് വരല്. എന്ന് വെച്ചാൽ മണ്ഡലകാലമായല്ലോ. ഇവിടെ മാല ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് വീട് ക്ലീൻ ആക്കാനുണ്ട്. അതേപോലെ തന്നെ അടുക്കളയിൽ ഓരോ ബോട്ടിൽസൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടീസൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കലുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ചോറ് ഫുള്ള് ബാക്കിയാണ്. ഉച്ചത്തേക്കുള്ള ഫുഡ് അവിടെ നിന്നാണല്ലോ കഴിച്ചത്. തറവാട്ടിൽ നിന്ന് കഴിച്ചത് കൊണ്ട് തന്നെ ചോറ് മുഴുവനായിട്ട് ബാക്കിയാണ്. ഞാനിന്ന് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ടിന്നുകളൊക്കെ കഴിക്കുന്ന ടൈമിൽ എനിക്കൊരു ടിന്നിൽ നിന്ന് കുറച്ച് ഗോതമ്പ് നുറുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹൗസ് വാമിൻ്റെ ടൈമിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് തന്നെ അതിൽ ബാക്കിയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്താണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാത്രി നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചായൻ്റെ കൂടെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ക്യാരറ്റോ ഒക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളി പച്ചമുളക് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ എണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നും പൊട്ടിച്ച ശേഷം അതിലേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ഗോതമ്പ് നുറുക്ക് ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റണം കേട്ടോ. നല്ലോണം വഴച്ചതെന്ന് വെച്ചാൽ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് നമ്മുടെ ഉള്ളിയിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഗോതമ്പ് നുറുക്ക് പൊതുവേ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാറ്. കാരണം നല്ല വേവാണല്ലോ ഇതിന്. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുക്കറിലൊന്നും ഇടാൻ നിന്നില്ല. അല്ലാതെ തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. എനിക്ക് ഉപ്പുമാവിലേക്ക് ഈ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ, ചിക്കൻ കറി അങ്ങനത്തെ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഞാൻ ഇവിടെ ഉച്ചത്തേക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉപ്പുമാവിക്ക് കറിയൊന്നും കൂട്ടണില്ല കേട്ടോ. പിന്നെ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പാല് കൊണ്ടിരിക്കാറുണ്ട്. ഇവിടെ താഴത്തൊരു വീട്ടിൽ നിന്ന് പാല് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് മോന് പാൽ ചായ കുടിക്കണം എന്നുള്ളത് ഭയങ്കര ചില ദിവസങ്ങളിൽ ഇങ്ങനെ പറയും എനിക്ക് പാൽ ചായ വേണം അമ്മാന്ന്. അപ്പോൾ ആ ടൈമിൽ ഇന്ന് ഞാൻ പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പാൽ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു 3 ഗ്രാമ്പൂ, 2 ഏലക്കായ, കുറച്ച് പട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ പട്ട ഇല്ലാത്തതുകൊണ്ട് ഗ്രാമ്പൂ ഏലക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പൊടി ഇട്ടാണ്ട് അടിപൊളി പാൽ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പാൽ ചായ ഉപ്പുമാവും കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. ഉപ്പുമാവിക്ക് ഞാനിന്ന് പഞ്ചസാര വിതറിയിട്ടോ. കറിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പഞ്ചസാര കുറച്ച് ഉപ്പുമാവിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര വിതറിയിട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും കഴിച്ചു, മോനും കുറച്ച് കൊടുത്തു. ഞങ്ങൾ രണ്ടാളും TV കണ്ടാണ്ട് ചായ കുടിക്കാനിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ പ്രത്യേകിച്ച് വലിയ പരിപാടീസൊന്നും ഉണ്ടാവില്ല. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഞാനിവിടെ ഇരുന്ന് TV കാണും. വലിയ മോനെ അവിടെ ഇരുന്നാണ്ട് എഴുതൽ തുടങ്ങും. ചെറിയ ആളെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ കിടത്തിട്ടോ. പിന്നെ 2 പേരും ഞാൻ ഉറക്കി. ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഉറക്കിയിട്ട് ഞാൻ കറിയൊന്നും ഇല്ലല്ലോ വിചാരിച്ച് പരിപ്പ് താളിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ പരിപ്പ് താളിച്ചു. വേറെ ഉപ്പേരിയായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല. പരിപ്പ് താളിച്ച് മാത്രം മതിയൊന്ന് രാത്രിത്തേക്ക് എന്ന് വിചാരിച്ച് അതുണ്ടാക്കി. പിന്നെ എനിക്ക് എഴുതാൻ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഇതിങ്ങനെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം നേരം അത് ഫുള്ള് എഴുതി അയച്ചു കൊടുക്കാൻ നിന്നു. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എൻ്റെ മോൻ ഉണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്ക് ഓരോ സൗണ്ട് കേൾക്കുന്നത്. അപ്പോഴത്തേക്ക് അമ്മ ഇന്ന് അവിടെ തറവാട്ടിൽ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് കേക്കൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ കഴിച്ചു. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി അടുക്കളയൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം ഞങ്ങൾ കിടന്നു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.